ഇന്ന് വിഷുവാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദ്യമേ തന്നെ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ വിഷുദിന ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് 2026 ഏപ്രിൽ മാസം 15. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊരു പുതുവത്സരത്തിലേക്ക്, പുതിയ പ്രതീക്ഷകളുടെയും നന്മയുടെയും തുടക്കത്തിലേക്ക് പോവുകയാണ്. ഓണം കഴിഞ്ഞാൽ നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട ആഘോഷം കൂടിയാണ് വിഷു, അല്ലേ? വിഷുവം എന്ന വാക്ക് ലോപിച്ചാണ് വിഷുവായത്. വിഷുവം എന്ന വാക്കിന് തുല്യമായത് എന്നാണ് അർത്ഥം. പകലും രാത്രിയും തുല്യമായി വരുന്ന ദിവസത്തെ സൂചിപ്പിക്കാൻ വിഷുവം എന്ന് പറഞ്ഞു തുടങ്ങി എന്നാണ് അനുമാനം. ജ്യോതിശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസമാണ് ഇന്ന്. വർഷത്തിൽ ഇങ്ങനെ 2 തവണ സംഭവിക്കും കേട്ടോ. അതാണ് മേടവിഷുവും തുലാവിഷുവും. വളരെ പഴക്കമുള്ള ആഘോഷ ദിവസങ്ങളാണ് ഇത് രണ്ടും. BC 500കളിലൊക്കെ ഈ ദിവസങ്ങൾ ആഘോഷിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. വിഷുവിന് സമാനമായ ഉത്സവങ്ങൾ ഈ ദിവസം ഇന്ത്യയൊട്ടാകെ മറ്റു പല സംസ്ഥാനങ്ങളിലും ആഘോഷിക്കാറുമുണ്ട്. മേടമാസത്തിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്ന ദിവസമാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുക. മേടൻ രാശിയിലേക്ക് സൂര്യൻ കടക്കുന്നത് ഉദയത്തിന് മുൻപോ പിൻപോ എന്ന് നോക്കിയിട്ടാണ് മേടം 1-നോ 2-നോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് മേടം 1 ഇന്നലെയായിട്ട് നമ്മൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നത്. വിഷുവിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇപ്പം നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത് എന്ന് ഒരു ഐതിഹ്യമുണ്ട്. കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണൻ ഇഷ്ടപ്പെടാത്തതിനാൽ സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ല എന്നും രാവണനെ രാമൻ വധിച്ച ശേഷം സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും മറ്റൊരു വിശ്വാസമുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും ഉണ്ട് പല പല ഐതിഹ്യങ്ങൾ. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ പല രീതിയിൽ വിഷു ആഘോഷിക്കാറുണ്ട്. വിഷുവട, വിഷുക്കട്ട, വിഷുസദ്യ, വിഷുപക്ഷി, വിഷുഫലം എന്നിങ്ങനെ വിഷുവുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെയാണ്. സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞ നല്ല നാളേക്ക് വേണ്ടിയാണ് നമ്മൾ ഐശ്വര്യപൂർണ്ണമായ വിഷുക്കണി കാണുക. കണിക്കൊന്നയും കണിവെള്ളരിയും വാൽക്കണ്ണാടിയും ഒക്കെ വെച്ച് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും വിഷുക്കണി കണ്ട് ഉണർന്നിരിക്കുന്ന ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ. വാർത്തകളും ഒരുപാടുള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ വർഷം അതിമനോഹരമാകട്ടെ, വിഷുക്കണി പോലെ തന്നെ സമ്പൽ സമൃദ്ധമാകട്ടെ നമ്മുടെ നാളുകൾ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഹലോ മലയാളം തുടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയാ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ശരി.